ഹായ് ഗൈസ്, നമ്മളപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നെൽപ്പാടത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കർഷകനോട് തന്നെ ചോദിക്കാം. പേരെന്തുവാണ്? എൻ്റെ പേര് ബാബു, യഥാർത്ഥ പേര് മോഹൻകുമാർ പി കെ. ഓക്കെ. മോഹൻകുമാർ പി കെ എന്ന് നാട്ടിൽ അറിയത്തില്ല, ബാബുവിനെ നാട്ടിലറിയും. ചേട്ടാ, ഇവിടെ എത്ര ഏക്കർ ഭൂമിയുണ്ട്? ഇതിപ്പം എനിക്ക് 15 പറയുള്ളൂ. മൊത്തം 4 ഹെക്ടർ നിലം കൃഷി ചെയ്യുന്നുണ്ട്. 4.5 ഹെക്ടർ ഉണ്ടല്ലേ? അപ്പം ഇവിടെ ഏത് വെറൈറ്റിയാണ് കൃഷി ചെയ്യുന്നത്? ശ്രേയസ്. ഇത് അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകത പൊതുവേ നെല്ലിന് തൂക്കം കിട്ടും, തൂക്കി കൊടുക്കാൻ. 7.5 കിലോ എന്ന് പറയുന്ന 10 ഇടങ്ങഴി കാണും. മറ്റേ 10 ഇടങ്ങഴി നെല്ലെന്ന് 7.5 കിലോ എന്ന് പറഞ്ഞ് ജ്യോതി കൊടുക്കുകയാണെങ്കിൽ 12 ഇടങ്ങഴി നെല്ലൊക്കെ തൂങ്ങും. അപ്പോൾ 2 ഇടങ്ങഴി നെല്ലിൻ്റെ വ്യത്യാസം എന്തായാലും ഇതിനുണ്ടാകുന്നുണ്ട്. പിന്നെ തൂക്കം ഉണ്ടായതുകൊണ്ട് വിലയിൽ ഇച്ചിരി കുറഞ്ഞാലും പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ കൃഷിക്കാരന് വലിയൊരു ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ എല്ലാം ഒരു തൊഴിലാളിക്ക്, ഒരു ആൺ തൊഴിലാളിക്ക് 1000 രൂപയും ഒരു ദിവസത്തെ ചിലവും കൊടുക്കണം. പെണ്ണാണെങ്കിൽ 600 രൂപയും ചിലവും കൊടുക്കണം കൃഷി കള പറിക്കുന്നതിന്. പിന്നെ ട്രാക്ടറിന് മണിക്കൂറി ഒരു കവറ കണ്ടം പൂട്ടുമ്പോൾ ഏകദേശം 1800-1850 രൂപയോളം ആവുന്നുണ്ട്. സർക്കാരിൽ നിന്ന് വെറും 400 രൂപ വീതമാണ് കിട്ടുന്നത്. വെറും 400 രൂപ ഒരു പറക്കണ്ടത്തിന് 400 രൂപ വെച്ചേ കിട്ടുന്നുള്ളൂ. പിന്നെ അത് ഈ കിട്ടുന്നതെന്ന് പറയാൻ ഇച്ചിരി കക്കയും വിത്തും തരുന്നുണ്ട് സർക്കാരിൽ നിന്ന്, കൃഷിഭവൻ്റെ മുഖാന്തരം തരുന്നുണ്ട്. ഇല്ലാതെ മറ്റു ആനുകൂല്യം ഇതെന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടത് തന്നെ. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഇതിവിടെ നടക്കുമെന്ന് തോന്നില്ല. ഞാൻ നിർത്തുക. ഞാനിനിയില്ല. ഞാൻ കാരണം ഇത് ഇത്രയും ഇവിടെ നടക്കുന്നത്. ഞാൻ ട്രാക്ടറും എടുത്തുകൊണ്ട് വല്ലവരെയും ട്രാക്ടറും വാടകയ്ക്ക് ഇവിടെ ഒരു സമിതിക്ക് ഒരു ട്രാക്ടറും ഒരു കൊയ്ത്ത് മെഷീനും ഉണ്ടായിരുന്നു. ട്രാക്ടർ 30-32 കൊല്ലമായി അത് കേടായി. ഒരു കൊയ്ത്ത് മെഷീൻ കേടായ കണക്ക് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടു, ജില്ലാ കൃഷി ഓഫീസറുമായിട്ട് ഇടപെട്ടു. ഒരു സഹായവും ചെയ്തിരുന്നില്ല. അത് ഇന്നും അവിടെ കിടന്ന് നശിക്കുക. അത് നല്ലൊരു വണ്ടിയായിരുന്നു. അതിന് ചെറിയ റിപ്പയറേ ഉള്ളായിരുന്നു. അതൊന്ന് ചെയ്തു തരാൻ പറഞ്ഞത് സമിതിക്ക് പൈസ ഇല്ലാതെ സമിതി 2-3 പ്രാവശ്യം റിപ്പയർ ചെയ്തതാണ്. എന്നൊക്കെ 1 രൂപ. അതുകൊണ്ട് ഇപ്പോൾ പാടശേഖരത്തിൽ രജിസ്ട്രേഷൻ പോലും ഞങ്ങൾ കളഞ്ഞേക്കും. ഇനി അടുത്തുള്ള ചോദ്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കൃഷി രീതികളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കൃഷി എന്ന് പറഞ്ഞാൽ പൂട്ടിക്കഴിഞ്ഞാൽ ഈ ചാണകവും ചാമ്പലും എല്ലുപൊടിയൊക്കെ ഇട്ടാൽ പൂട്ടിയടിച്ച് ചെയ്യുന്നത്. പിന്നെ വിത കഴിഞ്ഞ് കിളിച്ച് വരുമ്പോൾ സർക്കാർ കൃഷി ഓഫീസർ പറയുന്ന പോലെ യൂറിയയും ഫാക്ടംബോസും ഒക്കെയാണ് ചെയ്യുന്നത്. ആദ്യം ഫാക്ടംബോസും പൊട്ടാഷ്യം കൂടെ ചെയ്യും, പിന്നെ യൂറിയയും പൊട്ടാഷ്യം കൂടെ ചെയ്യും. അങ്ങനെ 2 വളം, ചിലപ്പോൾ ഒരു ഇച്ചിരി വളവും കൂടെ ചെയ്യും. പിന്നെ കീടനാശിനി പ്രയോഗമുണ്ട്. താഴിയോ എല്ലാം ഉണ്ടെങ്കിൽ കീടനാശിനി പ്രയോഗം ചെയ്യും. ഈ പ്രദേശത്ത് നെൽകൃഷി ചരിത്രത്തെക്കുറിച്ചൊന്ന് പറയാമോ? പാരമ്പര്യമായിട്ട് ഇവിടെ ഒരുപാട് നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. ഈ എക്സ്പെൻസിൻ്റെ ഒരു വലിയ ചിലവ് വന്നതോടുകൂടിയും തൊഴിലാളികളുടെ അഭാവവും കാരണം പല അപ്പുറത്തൊക്കെ ഒരുപാട് പാടങ്ങളും പണകോരി ചീനിയും ഇപ്പോൾ അത് തരിശും കിടക്കുക. പന്നിശല്യം കാരണം അത് ഈ പന്നിശല്യം കാരണം തരിശും കിടക്കുക. പിന്നെ പൊതുവേ കൃഷിക്കാർ ഇതിൽ നിന്ന് അകന്നു പോകാൻ കാരണം ഭാരിച്ച നഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും കൃഷിക്കാർക്ക് താല്പര്യമുണ്ട്. മെഷീനറി എല്ലാം വൃത്തിയായി ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പാടശേഖരക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് മെഷീനറി നേരെയാക്കാമെങ്കിൽ ഞങ്ങളെല്ലാം നിരത്തി നെൽകൃഷി ചെയ്യാമെന്ന്. ഞങ്ങളുടെ പാടശേഖരത്തിൽ ഇല്ലില്ല. ഇപ്പം ഞങ്ങൾ ഈ കുറച്ച് ഈ പാടശേഖര സമിതി അപ്പുറത്ത് ഒരു 10 ഹെക്ടർ നിലം കിടപ്പുണ്ട്. അത് കുറച്ചൊക്കെ തരിച്ച് കിടക്കുക. അത് ചെയ്യാത്ത ഈ കൊയ്ത്ത് മെഷീൻ ഇല്ലാത്തതിൻ്റെ പേരില്ല. കൊയ്ത്ത് മെഷീനും പ്രധാനമായും കൊയ്ത്ത് മെഷീനും ട്രാക്ടറും അതാ പ്രധാനം. ഇതിൻ്റെ ഉത്തരം ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ. നെൽകൃഷിയുടെ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അത് പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞു. നെൽകൃഷിയിൽ ന്യൂനതമായ എന്തെങ്കിലും രീതികൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടോ? ന്യൂനതമായ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂനതമായ രീതി ചെയ്യാമെന്ന് വെച്ചാൽ ഒറ്റഞ്ഞാറ് ഞണ്ടിയിൽ ഒരു ന്യൂനമായ രീതിയാണ്. അത് പ്രയോഗിക്കാമെന്ന് വെച്ചപ്പോൾ ഇവിടെ അത് പറ്റുന്നില്ല. സാധാരണ നഴ്സറിയിൽ വെച്ചിട്ട് നമ്മളതൊക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അത് അവർ നമുക്ക് ഈ ഇതൊക്കെ പാലിച്ച വാടകയാണ് ഇത് ചോദിക്കുന്നത് ഈ മെഷീനറിക്കൊക്കെ. അതൊന്നും നമ്മളതുകൊണ്ട് അതിനകത്ത് ഒന്നാമത് ഇത് പ്ലാസ്റ്റിക്കിനകത്ത് പാവിയൊക്കെ എടുത്ത് വേണം ചെയ്യാൻ. അതിലുള്ളൊരു ഇതില്ല. ഒന്നാമത് സാമ്പത്തികമായി വളരെ ഇതൊക്കെ കുന്താലി വേലക്കാരാണ് ഇതിപ്പോൾ ചെയ്യുന്നത് കൂടുതലും. അവർ ഇതുകൊണ്ട് അവരെ കൊണ്ട് സംഘടിച്ച് എൻ്റെ സുഹൃത്തുക്കളായതിൻ്റെ പേര് അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചെടുക്കുക. ഒരു പുതിയ തലമുറയ്ക്ക് കർഷകരോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല വിദ്യാഭ്യാസമുണ്ട്, ഉദ്യോഗം ഉണ്ടെങ്കിലും കാർഷിക മേഖലയിലോട്ട് വന്നാൽ മാത്രമേ നാട്ടിലെ അടിസ്ഥാനാവസ്ഥ എന്ന് വെച്ചാൽ പട്ടിണി ഏറ്റവും പുറത്തൊക്കെ മാറും.
കേരളത്തിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ 6 മാസം കഴിക്കാനുള്ള നെല്ലെങ്കിലും കേരളത്തിലുണ്ടാവും. ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി വരുന്നത്. അതുകൊണ്ട് ഈ അരിയുടെ വിലവർദ്ധനവിനും ഒരു പ്രധാന കണ്ണി അതാണ്. അതേസമയം കേരളത്തിലെ നെൽപ്പാടങ്ങൾ ഇപ്പോൾ തന്നെ വടക്കോട്ട് പോയാൽ സകല നെൽപ്പാടങ്ങളും ആ അടൂര് ഒക്കെ പന്തളം കുളശനാട് ഭാഗങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നേ ഇല്ല. എന്നിട്ടും ഇതൊക്കെ നെൽകൃഷി ചെയ്തെന്നുള്ള രേഖാമൂലം പല ആനുകൂല്യങ്ങളും അവർ പറ്റുന്നുമുണ്ട്. എൻ്റെ അമ്മയുടെ വീട് പഴവളത്താണ്. പഴവളത്ത് നിന്ന് പയ്യനല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ കണ്ട ഒരു 10-40 ഹെക്ടർ നിലങ്ങൾ വർഷങ്ങളായി ഞങ്ങൾക്കുണ്ട്. ഇപ്പം നിലങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെ ഏതാന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ കിടക്കുക. ഏക്കർ കണക്കിന് നിലങ്ങൾ ആരും ചെയ്യുന്നില്ല. ഇവിടെ ഞങ്ങൾ 3-4 പേര് മുൻകൈ എടുത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ ഇത് നടക്കുന്നു. അത്രയേ ഉള്ളൂ. കാലാവസ്ഥ വ്യതിയാനം നെൽകൃഷി എങ്ങനെയാണ് ബാധിക്കുന്നത്? കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ നെൽകൃഷിയെ ഉണങ്ങി നശിച്ചു പോകത്തേ ഉള്ളൂ. മഴ അധികം വിതച്ച് മൂട് പിടിച്ചാൽ പിന്നെ മഴയൊന്നും പ്രശ്നമല്ല. പിന്നെ കൊയ്യുന്ന സമയത്ത് വെള്ളം കിടക്കാൻ ഇതിപ്പോൾ ഞങ്ങൾ തോട്ടി ഒരു അടയുണ്ടായിരുന്നു, അണയുണ്ടായിരുന്നു. അതുപോലും പൊട്ടിപ്പോയണൊക്കെ പല പ്രാവശ്യം ഇറിഗേഷനെ ബന്ധപ്പെട്ടു, പഞ്ചായത്തിൽ ബന്ധപ്പെട്ടു, കൃഷി ഓഫീസറുമായിട്ടും ബന്ധപ്പെട്ടിട്ടും അത് നിൽക്കുന്നില്ല. ഇപ്പം തന്നെ ഞങ്ങൾ കുറ്റിയടിച്ച് ഈ ടിൻ ഷീറ്റ് വാങ്ങിച്ച് കൊണ്ടുവച്ചാൽ വെള്ളം തിരിക്കുന്നത്. എന്നിട്ട് ആ ടിൻ ഷീറ്റ് വല്ലവരും ഒക്കെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഞാൻ 2 ടിൻ ഷീറ്റ് വാങ്ങിച്ച് വെള്ളം തിരിച്ചതാണ്. അത് ഇപ്പോൾ ചെന്നപ്പോൾ അതില്ല, അതെടുത്ത് മാറ്റാൻ വെള്ളം വിതയായപ്പോൾ അതെടുത്ത് മാറ്റേണ്ട കാര്യമല്ല, ആണുങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഇനിയും വാങ്ങിക്കണം 10,200 രൂപ കൊടുത്ത ടിൻ ഷീറ്റ്. ഇതൊക്കെ ആര് തരും? പിന്നെ ഇറങ്ങിപ്പോയതിൻ്റെ പേര് ഇനിയും മേലാൽ ഇവിടെ നെൽകൃഷി കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു ചോദ്യം കൂടെ. നെൽകൃഷിയിൽ നിന്നുള്ള വരുമാനം മെച്ചപ്പെടുത്താൻ കർഷകർക്ക് കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കർഷകർക്കെന്ന് വെച്ചാൽ ഈ കൃഷിയിൽ നിന്ന് വർധനവ് വരുന്നതെങ്കിൽ പരിപൂർണമായും ഒത്തിരി സർക്കാരിൽ നിന്ന് ഒത്തിരി സബ്സിഡി വർദ്ധിക്കണം. നെൽകൃഷിക്ക് ചെയ്യുന്നതിന് വളവും വിത്തും കൊയ്ത്തുകൂലി എന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കർഷകനെല്ലാം തെണ്ടിയാവത്തേ ഉള്ളൂ. അതിന് യാതൊരു അംശവുമില്ല. അതുകൊണ്ടാണ് കർഷകരിൽ നിന്ന് അകന്നു പോകുന്നത്. മറ്റ് ചീനിയോ മറ്റോ ആണെങ്കിൽ 1-2 പ്രാവശ്യം ജോലിക്കാരെ നിർത്തി ചെയ്താൽ മതി. പിഴുതാൻ നോക്കുമ്പോൾ നമ്മൾ കൃത്യ വിലയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങിക്കുക, അത് അവർ പിഴുതുകൊണ്ട് പോകും. ഇത് കൊയ്ത് കരക്കി കയറി നെല്ലാക്കി എടുത്തെല്ലാം പറ്റും. അതൊരു ഭയങ്കര ചിലവാണ്. ഇത്രയും മതി. നമ്മൾ മോഹനകുമാർ എന്ന് പറഞ്ഞ ചേട്ടനെയാണ്, കർഷകനെയാണ് പരിചയപ്പെട്ടത്. അപ്പം അവർക്കുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.